വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ വെയിലുള്ള ദിവസമാണ്. പിന്നെ ദേ ഉച്ചയൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ മേടിച്ചതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ പോവാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഇത് മുമ്പ് നമ്മുടെ കോഴികൾ ഉണ്ടായിരുന്ന സമയത്ത് സന്നിധാനം കുറേ ബോക്സുകൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ടൈപ്പ് ബോക്സുകൾ അട വയ്ക്കാൻ വേണ്ടി അങ്ങനെ മേടിച്ചതിൽ എക്സ്ട്രാ ഇരുന്നായിരുന്ന ബോക്സാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്കാണ് എൻ്റെ വെജിറ്റബിൾസ് മൊത്തം കമത്തണത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിലും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊന്നും എടുത്ത് വെക്കണം. ബാക്കി മേടിച്ചായിരുന്ന ഐറ്റംസ്, നമ്മുടെ ഉപ്പ്, അങ്ങനത്തെ പൊടികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെക്കലും കാര്യങ്ങളൊക്കെ നടത്തി. സ്റ്റീവ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സവോളേനെ മാറ്റി എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് കാരണം നമുക്ക് എന്താ പറയുക, എല്ലാം കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണ്ടേ. ഞങ്ങൾ സഞ്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ചാക്കിലാക്കിയിട്ടാണ് കേട്ടോ അവർ തന്നത്. അപ്പോൾ ഞാൻ ആദ്യം സവോളേനെ തിരഞ്ഞു മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളിക്കൊട്ടയിൽ ഉള്ളിയും വെളുത്തുള്ളിയും സവോളയൊക്കെ കിടന്നായിരുന്നു, ഡിസോർഡർ ആയിട്ടൊക്കെ ആയിരുന്നു കിടന്നായിരുന്നത്. അപ്പോൾ ചെറിയ ഉള്ളീനെ അടിയിലത്തെ തട്ടിലിട്ടായിരുന്നേ. അപ്പോൾ അത് മുകളിലേക്ക് മാറ്റാണ്, കാരണം സവോള വരുമ്പോൾ വെയിറ്റ് വരുമല്ലോ. അപ്പോൾ വെയിറ്റ് ഉള്ള സാധനം അടിയിലിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ അത് പകർത്തി വെക്കുകയാണ്. ഗ്രേസ് ദേ സ്കൂളിൽ നിന്ന് പറഞ്ഞ ടൈം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സനചേട്ടൻ വന്നു, ഗ്രേസിനെയും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഗ്രേസ് കുട്ടി വന്ന വിശേഷങ്ങളും സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വർത്താനൊക്കെ പറഞ്ഞ ആൾ ഇങ്ങനെ നടക്കണം കേട്ടോ. പിന്നെ ബുക്സൊക്കെ കാണിച്ചു തരാണ്. അവൾക്ക് ബുക്ക് നമ്മൾ കാണിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ള പേജ് ഇങ്ങനെ കാണിക്കണം. ഇവിടെ നിന്ന് തുടങ്ങി അമ്മ നോക്ക്, എന്നിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും കാണിക്കണ്ട, എന്നാലും ഫസ്റ്റ് തുടങ്ങി അവൾ എഴുതിയത് തുടങ്ങി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മറിച്ച് കാണിക്കും. പിന്നെ ഡയറി എടുത്തുകൊണ്ട് വരും. അങ്ങനെ അവളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ തൈര് മേടിച്ചത് ഇരിപ്പുണ്ട്, ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉറവൊഴിച്ച തൈര് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് തൈര് പറ്റുകയാണെങ്കിൽ ഉറവൊഴിക്കണം. ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചുള്ളൂ, 2 പാക്കറ്റ് മേടിക്കായിരുന്നു എന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറവൊഴിച്ച് വയ്ക്കാമായിരുന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായി മോരുകറി സ്റ്റൈലിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഉപ്പേരി മോരുകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സന്ധ്യയുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഞാനിനി കുക്ക് ചെയ്യണത് കുറച്ച് എന്താ പറയുക, ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഫുഡ് ഇനി ഉണ്ടാക്കുള്ളൂ. എന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഒരു നേരത്തെ കറി അടുത്ത നേരം അത്ര വലിയ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മയ്ക്കും ഗ്രേസിനും സ്റ്റീവിനൊക്കെ കൂടി കുറച്ച് അങ്ങനെ കുക്ക് ചെയ്യാമെന്ന്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു ദേ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി ഒട്ടും വൈകിക്കണില്ല. ഞാൻ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇഞ്ചി ഇടില്ല, വെളുത്തുള്ളി ഇടില്ല, കായംപൊടി ഇടില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കണത് ഇവിടെ അമ്മയാണെങ്കിലും മമ്മിയാണെങ്കിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം വെജിറ്റബിൾ ഐറ്റംസ് ഞാൻ അധികം ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അതൊന്നും ഇടാണ്ട് സിമ്പിളായിട്ട് ശരിക്കും റിയലായിട്ട് ഇങ്ങനെ ആയിരിക്കാം. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതികളും അങ്ങനെയുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ തൃശ്ശൂർ സൈഡിലുള്ളതല്ല എറണാകുളം സൈഡിൽ, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതികളാണ്. അപ്പം ഞാനൊക്കെ കണ്ടുവന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അമ്മമാരൊക്കെ ചെയ്ത് കണ്ട രീതിയിലുള്ളതാണ് ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടില്ല, വെക്കണം. ബാക്കി പകുതി കൊണ്ട് ഞാൻ ഉണ്ടാക്കണുള്ളൂ. കുറേ കറിയൊന്നും ഉണ്ടാക്കി വെക്കണില്ല, കുറച്ചേ ഉണ്ടാക്കി വെക്കണുള്ളൂ.
പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച കൊഴുവേനെ ഞാൻ പകുതി വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഇന്ന് ഇതും കൊഴുവയും കൂടി വറക്കാം എന്നാണ് പ്ലാൻ ചെയ്തേക്കണത്. വേറെ ഉപ്പേരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. അതിനി പകൽ വേറെ എപ്പോഴെങ്കിലും സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ പെട്ടെന്ന് പണികളും കഴിയും. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ കുക്കിങ്. ഇത് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനത്തെ പാത്രത്തിനൊക്കെ പ്രത്യേകം പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള പാത്രങ്ങൾക്ക് നോർമൽ മൺചട്ടി പോലെ തന്നെയാണോ അതോ അതിനെന്തെങ്കിലും സ്പെഷ്യൽ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളരിക്കേനെ കട്ട് ചെയ്തിട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാൻ പോവാണ്. ശരിക്കും കുക്കറിൽ വെച്ചാലും മതി. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ച് കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെയാണ്. കുക്കറിൽ വെച്ചാൽ നമ്മുടെ പണി പെട്ടെന്ന് തീരും. കാരണം അതൊരു വിസിൽ പോയുമ്പോഴേക്കും ഇത് അത്യാവശ്യം പെട്ടെന്ന് വേവുകയും ചെയ്തോളും. നമുക്ക് വരപ്പൊക്കെ വേഗം ഒഴിച്ച് പണി വേഗം തീർക്കാം. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഇന്നിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു നാടൻ മുളകിനെയും ഞാൻ കട്ട് ചെയ്തിട്ടു കേട്ടോ. മുളക് പൊടി ഇത്രയും ആവശ്യമില്ല ശരിക്കും. ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. കാരണം ഒരു മഞ്ഞ നിറം കിട്ടണമെങ്കിൽ ഇത്ര മുളക് വേണ്ട. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്. അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഞാൻ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു തേങ്ങ പൊതിച്ചു. ഒരു മുറി തേങ്ങനെ ഞാൻ ചിരവി എടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ഇടുന്നുണ്ട്. നാടൻ മുളകാകുമ്പോൾ നാടൻ മുളകിൻ്റെ ടേസ്റ്റ് കറികളിൽ വരുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളകും ഇട്ടു. കുറേ വെള്ളമല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പോവാണ്. തൈര് ഞാൻ പകുതി തൈര് എടുക്കണുള്ളൂ. നല്ല പുളി ഉണ്ട് കേട്ടോ തൈരിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ എടുക്കണുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ടുള്ള പുളി അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഭയങ്കര പുളിയല്ല, എന്നാൽ അത്യാവശ്യത്തിനുള്ള പുളി. അപ്പോൾ ഞാൻ ഇത്ര എടുത്തു. ഇങ്ങനെ മിക്സിയിലൊന്നും അടിച്ചൊന്നും അങ്ങനെയൊന്നും എടുക്കണില്ല. ഇത്രയും നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പിനെ ഡയറക്റ്റ് ചേർക്കാണ്. പിന്നെ കുറേ ചാറായിട്ട് അങ്ങനെയൊന്നും എടുക്കണില്ല. കാരണം ഓൾറെഡി വെള്ളം ഒഴിച്ച് അതിന് അത്യാവശ്യം ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണില്ല. പിന്നെ ഇനി ഇത് അരപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ തൈര് ഒഴിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. പിന്നെന്താ, ശരിക്കും അരപ്പിൻ്റെ കൂടെ ഞാൻ നമ്മുടെ തൈര് ഒഴിച്ച് അരയ്ക്കണ നേരത്ത് തേങ്ങ ഇട്ട് അരയ്ക്കുമ്പോൾ ഞാൻ തൈരും കൂടി ഒഴിച്ച് ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. ഇപ്പം എന്തായാലും ഞാനത് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. കുറച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ആ ചെറിയ ജാറിലിട്ടാണ് അരച്ചത്. അപ്പോൾ വെള്ളത്തിന് പകരം തൈര് മാത്രം ഒഴിച്ച് നല്ലോണം അരച്ചെടുത്താലും മതി. എങ്ങനെയായാലും ചെറിയ ടേസ്റ്റിനൊരു വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. അപ്പം അങ്ങനെ ഇത് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇനി കറി ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ടാൽ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഉപ്പൊക്കെ ഓക്കെയാണ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞതായിരുന്നു ഡോക്ടർ. കുഴപ്പമൊന്നുമില്ല, ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗമൊക്കെ തിരിച്ചൊക്കെ എത്തിയായിരുന്നു. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കറി താളിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി അങ്ങനെ റെഡിയായി. ഉപ്പും പുളിയും എല്ലാം അത്യാവശ്യത്തിനും ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇതൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും എല്ലാം സെറ്റപ്പ് ആവും. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ കൂടിയൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ആ ഒരു തണുപ്പൊക്കെ വിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിനെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി.
അപ്പം അങ്ങനെ ദേ മീനിൻ്റെ തണുപ്പ് അത്യാവശ്യം ഒന്ന് വിട്ടിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും അന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചു. പക്ഷേ കറണ്ട് പോയിട്ട് എനിക്ക് അടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനത് ഒന്നും കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്നും കൂടി മിക്സിയുടെ ജാറിലായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് ദേ നമ്മുടെ മീനിലേക്ക് ഒന്ന് പുരട്ടിയിട്ടാ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ കുറച്ച് കറിവേപ്പിലിട്ട് മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിച്ചോളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. 2 വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അത് കറക്റ്റായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം റെഡിയാക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനി സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Headlights on the highway. If you only knew, being back here always makes me think of you. When the world is sleeping, do you think of me? With the road it's coming back again, coming back to me. Yeah. I really